സ്തുതിക്കുന്നു. അങ്ങയുടെ വലുതും ഭയങ്കരവുമായ നാമത്തെ ഇന്ന് പകൽ ഞങ്ങൾ ചേർന്നുയർത്തുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ ശൈലമാണ്. അങ്ങയുടെ നാമം ഞങ്ങളുടെ കോട്ടയാണ്. അങ്ങയുടെ നാമം ഞങ്ങളുടെ ദുർഗമാണ്. അങ്ങയുടെ നാമം കർത്താവ് നീതിമാൻ ഓടി വന്ന അഭയം പ്രാപിക്കുന്ന ഗോപുരമാണ്. ഇന്ന് പകൽ ആ നാമത്തിൽ ആശ്രയം വെച്ച് വന്നവരാരും ലജ്ജിതരായി മടങ്ങേണ്ടി വരത്തില്ലല്ലോ. ഇന്ന് പകൽ ആ നാമം ഉയർത്തുന്നവരാരും കർത്താവെ തകർന്നു പോകുവാൻ അങ്ങ് സമ്മതിക്കത്തില്ലല്ലോ. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇതറിഞ്ഞവരുടെ ഘോഷസ്വരമാണ്. ഇതറിഞ്ഞവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇടമാണ്. ഇതാ നല്ല കർത്താവിനെ രുചിച്ചറിഞ്ഞവരുടെ ആരാധനയുടെ ശബ്ദമാണ്. ഇത് മൗനമായിരിക്കാൻ കഴിയുന്നവരുടെ ഇടമല്ല. ഇത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആർക്കും ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ജീവൻ പ്രാപിച്ചവർ പുതുബലത്തോടെ പുതുശക്തിയോടെ അങ്ങയോടുള്ള സ്നേഹത്തിൽ അങ്ങേ ആരാധിക്കുന്ന ശബ്ദമാണിത്. ഇന്ന് രാത്രി ഇന്ന് പകൽ അത് ഉയരട്ടെ, 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 ഉയരട്ടെ. കാഴ്ചക്കാർ അവിടെ ഇരിക്കട്ടെ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ നാമത്തിന് തക്ക മഹത്വം നൽകാൻ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കപ്പെട്ടവരിന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഇന്ന് പകലും ശബ്ദമുയർത്തി പറയാൻ ലജ്ജയില്ലാത്തവരുണ്ടെങ്കിൽ മിടുക്കന്മാർ നോക്കിയിരിക്കട്ടെ, കഴിവുള്ളവർ നോക്കിയിരിക്കട്ടെ, പ്രശസ്തിയുള്ളവർ നോക്കിയിരിക്കട്ടെ, പാരമ്പര്യം പറയുന്നവർ അവിടെ പറയട്ടെ. എന്നാൽ ഇന്ന് പകൽ കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതം, നീ ഞങ്ങളുടെ ബലം, നീ ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവമെന്ന് കുടുംബത്തോട് ചേർന്ന്, തലമുറകളോട് ചേർന്ന്, മാതാപിതാക്കളോട് ചേർന്ന് കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമെന്ന് സകല നന്മകളേക്കാൾ നിന്നെ ഞങ്ങൾ സ്നേഹിക്കും. ഇന്ന് പകൽ ഞങ്ങൾ നോക്കുന്നത് നിന്റെ കൈകളിലേക്കല്ല, നിന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കും. അങ്ങ് തരുമെന്നല്ല ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്, അങ്ങയുടെ മുഖശോഭ. അങ്ങേ പോലൊരു ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് അങ്ങയുടെ കൃപയ്ക്ക് നന്ദിയപ്പ. അങ്ങയുടെ മഹത്വം അറിയാൻ, അങ്ങേ സേവിപ്പാൻ ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തതോ നന്ദി യേശുവേ. Oh, there is none like you, Jesus. Oh, സ്തുതിക്കാൻ യോഗ്യമായ നാമം സ്തുതിക്കുന്നു ഞാൻ എന്നെ
സ്തുത്യം തന്നാഥൻ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ. ഓ സ്തുത്യം തന്നാഥന്റെ കരവിരുത് മഹിമായി കീർത്തിക്കും ഞാൻ യേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ. Come on, church. ആശ്രയമായവനെ ചേർന്ന് യേശുനാഥാ നീ എൻ ആലംബമായവനെ, ഞങ്ങളുടെ അഭയമായവനെ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഓ ശരണമായവനെ, കോട്ടയായവനെ, ഞങ്ങളുടെ പാലകനെ, ഞങ്ങളുടെ നല്ല യേശുവേ. ഓ യേശുനാഥാ നീ എൻ ഓ എന്റെ കോട്ടയും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. നീ മാത്രം മതി. നീ മാത്രം മതി. നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി. നീ മാത്രം മതി. നീ മാത്രം മതി എനിക്ക്. പ്രിയ കർത്താവിന്റെ ദാസൻ ബ്രദർ ജിക്സൺ പറഞ്ഞതിനോട് ചേർത്ത് ഇന്ന് പകൽ ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം എപ്പോഴൊക്കെ നമ്മൾ അളവിനും അപ്പുറം അനുഭവിക്കുന്നു, അതിനർത്ഥം എവിടെയോ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന ഹൃദയത്തിന്റെ മുറിവുകളെ ദൈവം ഹീൽ ചെയ്യുക. ഇന്ന് പകൽ ആരുടെയൊക്കെയോ ഹൃദയങ്ങളുടെ മുറിവുകളെ യേശുവപ്പ ഹീൽ ചെയ്യുക. ഈ മുറിവുകൾ ഉണങ്ങിയില്ലെങ്കിൽ ഇത് പിന്നെ വ്രണമാകും. പിന്നെ എല്ലാവരോടും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എല്ലാവരോടും നമുക്ക് ദേഷ്യമായിരിക്കും. പിന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. പിന്നെ നമുക്കൊരു സന്തോഷവും കാണത്തില്ല. പിന്നെ നമ്മളെ സഹായിക്കാൻ വരുന്നവൻ പോലും നമ്മുടെ ശത്രുവായിട്ട് നമുക്ക് തോന്നി തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽ എന്തു വില കൊടുത്തും നിന്റെ ഹൃദയത്തിലെ മുറിവ് ഉണങ്ങാൻ ആ ഹൃദയത്തെ യേശുവിന്റെ കരങ്ങളിൽ ഒന്ന് തുറന്നു കൊടുക്കണം. നാളുകളായി ക്ഷമിക്കാൻ കഴിയാതെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയത്തെ ഇന്ന് ഇവിടെ വെച്ച് അതെന്നേക്കുമായി ഉപേക്ഷിക്കണം. നഷ്ടപ്പെടാൻ അവർക്കൊന്നുമില്ല, നഷ്ടപ്പെടാൻ നമുക്കൊത്തിരിയുണ്ട്. നമ്മൾ പ്രാപിച്ച വാഗ്ദത്തങ്ങൾ പെൻഡിംഗ് ആണ്. നമ്മൾ പ്രാപിച്ച അനുഗ്രഹങ്ങൾ പെൻഡിംഗ് ആണ്.
നമ്മൾ പ്രാപിച്ച അത്ഭുതങ്ങൾ അത് നമ്മിൽ പൂർണ്ണമായി നിവർത്തിയാകേണ്ടതിന് കഴിഞ്ഞ ദിവസം ഒരാള്, രണ്ട് വിശ്വാസികൾ തമ്മിൽ ഭയങ്കര പ്രശ്നം. ഇടയ്ക്ക് നിൽക്കുന്ന പാസ്റ്റർ ഒത്തിരി കഷ്ടപ്പെട്ട് ഇവരെ ഒന്ന് രമ്യതപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഐഡിയക്കാർ കൊടുത്ത ഓഫർ മുഴുവൻ തീർത്തു. പിന്നെ റിലയൻസിന്റെ ഓഫറും കൂടെ എടുത്ത് പുള്ളിക്കാരൻ വിളിക്കുക. പാസ്റ്റർ വിളിച്ച് ഒരച്ചായനെ ഒരു വിധത്തിലൊന്ന് മയപ്പെടുത്തി എടുത്തിട്ട് പറഞ്ഞു, അച്ഛാ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ക്ഷമിച്ചാലേ നടക്കത്തുള്ളൂ, സാരമില്ല അച്ഛാ, ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ, അങ്ങ് വിട്ടുകൊടുക്കുക. ഒരു വിധത്തിൽ അച്ചായൻ സമ്മതിച്ചെന്നാ പാസ്റ്റർ പറഞ്ഞു. രാത്രി 2:30 ആയപ്പോൾ ഒരു ഫോൺ കോൾ, ഒന്നും കൂടെ അച്ചായൻ. പാസ്റ്റർ ചോദിച്ചു, എന്നാ പറ്റിയ അച്ഛാ ഈ രാത്രി 2:30? അല്ല പാസ്റ്ററെ, ഫോൺ വെച്ചിട്ട് മുതൽ ഞാൻ കിടന്നിട്ട് എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല. അല്ല അച്ഛൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ് അത് ആ വിഷയം തീർത്തല്ല. അല്ല പാസ്റ്ററെ, ഞാൻ മാത്രം ക്ഷമിച്ചാൽ എങ്ങനെയാ നടക്കുന്നത്? മറ്റേ പുള്ളിയും കൂടെ ക്ഷമിക്കട്ടെ. അപ്പൊ പാസ്റ്റർ എത്രയും പെട്ടെന്ന് ഇപ്പൊ തന്നെ മറ്റേ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിയോട് ആദ്യം ക്ഷമിക്കാൻ പറ, എന്നിട്ട് ഞാൻ ക്ഷമിക്കാം. അപ്പൊ ഇവിടെ പലരും പറയുന്ന കാര്യം ഇതാണ്, ഞാൻ മാത്രം ക്ഷമിച്ചാൽ എങ്ങനെ കാര്യം നടക്കുന്നത് എൻ്റെ വീട്ടിൽ? എല്ലാരും ക്ഷമിക്കട്ടെ. ഇന്ന് പകൽ കർത്താവിന് എളുപ്പം നിന്നെ ക്രമീകരിക്കാൻ ഒരാമേൻ പറയാം. പരിശുദ്ധാത്മാവുമായിട്ട് ഇന്ന് പകൽ ഒന്ന് സഹകരിക്കാവോ? ദൈവത്തിന് ആ അച്ചായനെ ശരിയാക്കുന്നേക്കാട്ടിലും, ദൈവത്തിന് ആ അമ്മാമ്മയെ ശരിയാക്കുന്നേക്കാട്ടിലും പറഞ്ഞാ കേൾക്കുന്ന നീയാണെന്ന് ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഇന്ന് പകൽ നിന്നോട് പറയുന്ന ക്ഷമിക്കാൻ. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ എന്റെ ദൈവത്തിന് എന്തോ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് പറയുക, വിട്ടുകളോ. വിട്ടുകൊടുക്കുന്ന ഒരാമേൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പറയാതെ നിങ്ങൾ എഴുന്നേറ്റേ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളെ എങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന ഞാൻ ഓർക്കുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് എഴുന്നേക്കാം. നമ്മൾ ഒരു പാട്ടും കൂടെ പാടി കർത്താവിനെ നമ്മളൊന്ന് സ്തുതിക്കാൻ പോവാം. സന്തോഷമുള്ളവരെല്ലാം കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. എല്ലാത്തിനും വേണ്ടത് കർത്താവിന്റെ കൃപയാ. എത്ര പേർ പറയുമെന്ന്? എല്ലാവരും പറഞ്ഞില്ല. എല്ലാത്തിനും വേണ്ടത് കർത്താവിന്റെ കൃപയാ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമോളി നൽകും, കൃപയൊന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമോളി നൽകും, കൃപയൊന്നാശ്രയമാ. ചേർന്ന് കരങ്ങളെ തട്ടിപ്പാടി കർത്താവിനെ സ്തുതിക്കാം. ഓ കൃപ, കൃപ. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ക്ഷമിക്കാനൊരു കൃപ, ഇന്ന് പകൽ പൊറുക്കാനൊരു കൃപ, ഇന്ന് പകൽ വേണ്ടാത്തതെല്ലാം മറക്കാനൊരു കൃപ, എന്റെ സഹോദരനെ സ്നേഹിക്കാനൊരു കൃപ, എന്റെ സഹോദരിയെ സ്നേഹിക്കാനൊരു കൃപ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാ മനോഹരമാ. കൃപ, 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 കൃപയൊന്ന് ആശ്രയം. ഹല്ലേലൂയ. കൃപ, കൃപയൊന്ന് ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളോ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളോ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനം കൃപയോന്നാശ്രയ.
താഴ്ചയിലവൻ എന്നെ ഓർത്തല്ലോ, ഒരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. ഓ കൃപ കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്ന് ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. ജനം ചേർന്ന് പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമത് എനിക്കെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെൻ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. ഓ തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെൻ. കൃപ 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 കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്ന് ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും ജയിക്കാനൊരു കൃപ. ഓ എൻ മുൻപിൽ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപയാൽ കൃപയാൽ കൃപയാൽ. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും. എത്ര പേർ പറയും അത് മതിയെന്ന്? വൈരികൾ വന്നാലും എതിരുയർന്നാലും. വൈരികൾ ഓ എതിരുയർന്നാൽ കൃപ മതിയെന്നാലോ. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലോ. ബലഹീനതയിൽ നിനക്കായി തികഞ്ഞു വരുന്ന കൃപ, നിന്റെ മേൽ ദൈവ പ്രസാദത്തെ കൊണ്ടുവരുന്ന കൃപ, തകർച്ചയിൽ താഴുപോകുമെന്ന് തോന്നുന്നിടത്ത് നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽ നിന്റെ മുൻപിൽ പല ഉയർത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതോ അതിലും വലുതാണ് നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ കൃപ. ഓ റമനാഥകദീനമനംശമനം ഓരികനം തുരദേരുകളെ ബലദേരെ യേശുവേ നിൻ കൃപ. ഓ കൃപ 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 കൃപ. ധീരകലം ധേരികതേ ഉടമാനകരം ദുരവേരക ഭീകമനം ദുരമൗഢമൻ ശമനം ദുരവൈടവനന്തേ. ഓ കൃപ യേശുവേ. கிருபை மேலானதே, உங்க கிருபை மேலானதே, உங்க கிருபை மேலானதே, உங்க கிருபை மேலானதே, கிருபை மேலானதே, உங்க கிருபை மேலானதே, உம் கிருபை மேலானதே, உம் கிருபை மேலானதே, கிருபை மேலானதே, உங்க கிருபை மேலானதே, உம் கிருபை மேலானதே, உங்க கிருபை கிருபையில் ஆசிரிச்சு கிருபை மேலானதே, உங்க கிருபை மேலானதே, உம் கிருபை மேலானதே, தேவ கிருபை மேலானதே, ஓ கிருபை மேலானதே, ஓ கிருபை மேலானதே, ஓ கிருபை மேலானதே, உம் கிருபை மேலானதே, உம் கிருபை மேலானதே.
ആരാധിക്കുന്നു. മറ്റെന്തിനേക്കാൾ ഇന്ന് പകല ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം ഈ ഫിസിക്കൽ റലമല്ല, നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം സൂപ്പർ നാച്ചുറൽ റലമാണ്. കൃപയിൽ ആശ്രയിക്കുന്നവന്റെ കൃപയുടെ അളവ് അളക്കാൻ ഒരു ശത്രു മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. നിന്റെ പ്രതിസന്ധി എത്ര വലുതോ അതിനെ ജയിക്കാനുള്ള വലുപ്പം നിന്റെ കൃപയ്ക്കുണ്ട്. കർത്താവേ, ഇന്ന് പകൽ ആ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. ജയിക്കാൻ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വീണ്ടും വീണ ആ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സാഹചര്യങ്ങളെ കണ്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, സാഹചര്യങ്ങളെ പല്ലേറിയതും മൂർച്ചയേറിയതുമായ ഒരു മെതിവണ്ടി പോലെ ചിലതിനെ മെതിച്ച് തകർത്ത് മുന്നേറുവാൻ, വഴിയില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞോടുവാനല്ല, വഴി ഉണ്ടാക്കി ഇന്ന് പകൽ ഞങ്ങളുടെ വിടുതലിലേക്ക് കയറാൻ ഒരു അസാധാരണമായ കൃപ ഞങ്ങളുടെ മേൽ ചലിച്ചതിനായി നന്ദി. ആ കൃപയാൽ ഞങ്ങളെ നിറച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ തട്ടി കർത്താവിന് ഒരു മഹത്വം.